എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കരുത്. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പടം പോരാ, കൊള്ളത്തില്ല. ഇല്ല, കാരണം വലിയ പ്രതീക്ഷയായിരുന്നു. പാൻ ഇന്ത്യൻ സിനിമ, ലാലേട്ടൻ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് അവിടുത്തെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും ഉണ്ടാവും. പക്ഷേ ഈ ഒരു സാധനം കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഉള്ള പ്രതീക്ഷ മൊത്തം പോകും. കാരണം സ്ക്രിപ്റ്റ് മെയിനായിട്ട് വീക്കാണ് ഇതിനകത്ത്. ഈ പുനർജന്മത്തിൻ്റെ ഒരു സംഭവമാണ് കാണിക്കുന്നത്. അപ്പം അച്ഛനും മകൻ്റെയും ഒരു കഥയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ഇങ്ങനത്തെ സിനിമ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം തുടരും പോലുള്ള സിനിമയൊക്കെ ചെയ്ത് മലയാളത്തിൽ വെച്ചിട്ട് ഇതെന്തൊക്കെയോ കാട്ടിക്കൂട്ടി. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആറാട്ട് പിന്നെയും കാണിച്ചു എന്നുള്ളതാണ്. കാരണം ആറാട്ടിലൊരു ഫൈറ്റ്, മുണ്ടൊക്കെ പടക്കി കുത്തി. പുള്ളി എവിടുന്ന് വന്നെന്നൊന്നും എനിക്ക് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. അതിന് സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് ഞാൻ പറയാം എന്താണ് അച്ഛൻ മകൻ ബോണ്ടിങ് ഒക്കെ. അവൻ വെറുപ്പിച്ച് കൊല്ലുകയാണ് ആ മകനെന്ന് പറഞ്ഞവൻ. ലാലേട്ടൻ പിന്നെയും കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ തുടങ്ങി ഒരു 10 മിനിറ്റ് വരെ പുള്ളി ഈ എന്താ പറയുക, ഒരു എന്താന്ന് പറയുന്നതിന് വീരപുരുഷന അങ്ങനെയൊക്കെ ഉള്ളൊരു കഥാപാത്രം. പിന്നെ മൊത്തം കുക്കിങ്ങാണ്. ഇമോഷണൽ പരിപാടി ഒന്നും കാണിച്ചാന്നില്ല. പിന്നെ കുക്കിങ്ങാണ് ലാലേട്ടൻ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് മെയിനായിട്ടുള്ള പരിപാടിയെന്ന് തോന്നുന്നു. ഭയങ്കര ചുമ്മാ നോക്കുമ്പോൾ കുക്ക് ചെയ്ത് മകനും കൊടുക്കുന്നു, തിന്നുന്നു, ഇതൊക്കെ തന്നെ കാണിച്ചത്. ഇനി ബാക്കി എന്താണെന്ന് കണ്ടിട്ട് പറയാം. പടം ഹാപ്പി ക്രിസ്മസ് അല്ല, ഷോകം ക്രിസ്മസ് ആയിപ്പോയി. പടം കൊള്ളത്തില്ല. എന്നുവെച്ചാൽ ഭയങ്കര നാടകീയത, ഭയങ്കര ഓവർ മെലോ ഡ്രാമ, പിന്നെ സെറ്റൊക്കെ ഒരു ഭയങ്കര മോശം, CG മോശം, എല്ലാം കൊണ്ട് ഞാൻ ഡിസാറ്റിസ്ഫൈഡ് ആണ്. സ്ക്രിപ്റ്റ് വൈസ് ഒക്കെ എങ്ങനെയുണ്ട്? സ്ക്രിപ്റ്റ് ഇല്ല. സ്ക്രിപ്റ്റ് ഇല്ല, ചുമ്മാ അത് സ്ക്രിപ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ ബ്രോയെ കണ്ടു, ബ്രോ കണ്ടിട്ട് അടുത്ത സംഭവത്തിലേക്ക് പോകുന്നതിന് ഒരു കാര്യം വേണം അല്ലേ, ആ ഒരു കണക്ഷൻ വേണം. ഇത് കണക്ഷൻ ഇല്ല. വെറുതെ ഒരാൾ വരുന്നു, ഇടിക്കുന്നു, കൊല്ലുന്നു. പിന്നെ ലാലേട്ടൻ എങ്ങനെ വന്നു എനിക്ക് ഭയങ്കര അതിശയം. ഞാൻ ചോദിച്ചു ഇതെപ്പോൾ എത്തി. പിന്നെ ഒരു പെണ്ണിനെ സ്നേഹിച്ചു, മറ്റേ നമ്മുടെ റൂമിലെത്തി. ഇവിടെ എങ്ങനെ എത്തി, എവിടെ എത്തി, ഒരു പിടിയില്ല. ആ ജാതി ചുമ്മാ ഒരു കാര്യമില്ല, ശരിയായില്ല, എനിക്കൊട്ടും ഇഷ്ടമായില്ല. ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ചില സീൻസൊക്കെ കൊള്ളാം, ബട്ട് ബാക്കി നോർമലി. പിന്നെ നമുക്ക് ലാലേട്ടൻ്റെ ഒരു മുണ്ട് പെറുക്കി അടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെടുന്നു, ബാക്കിയെല്ലാം സീക്വൽ വൈസ് ഒക്കെ എങ്ങനെയുണ്ട്? ഷോട്ടൊക്കെ ഷോർട്ട് വൈസ് ടെക്നിക്കൽ സൈഡ് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഈ റീകാർണേഷനൊക്കെ അല്ലേ ഇവർ പറയുന്നത്. ഇപ്പോൾ റീകാർണേഷൻ്റെ എഫക്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോൾ ഒരു സീരീസിൽ കാണുന്ന പോലത്തെ സാധനമേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും പറയാനില്ല. അല്ല, പുരാണ കഥകളൊക്കെ അല്ലേ? അല്ല, അതാ പിന്നെ പുരാണ കഥയ്ക്ക് കിട്ടുന്ന ഒരു ഇതില്ലേ, ഒരു ആംബിയൻസ് ഇല്ലേ, ആ ഒരു ടെംപ്ലേറ്റ് ഇല്ല ഇത്. ആ വേറെ സംഭവം. CG ബിലോ അവർ ചെയ്ത കണ്ടോണ്ടിരിക്കുകയാണ്. അല്ല, 2 മണിക്കൂറിലുള്ള അപ്പം കഴിയത്തില്ല. പിന്നെ ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? പ്രസന്റ് ചെയ്യുന്ന പക്കാണ്. സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? ഫുള്ള് നമ്മൾ കണ്ടു തീരാതെ പറയാൻ പറ്റത്തില്ല. അതല്ല ബ്രോ, ഇപ്പൊ കണ്ടവർ കുഴപ്പമില്ല, നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട് കാണാനുള്ള രീതിയിൽ. പുരാണ കഥയല്ലേ, അതൊക്കെ എങ്ങനെയുണ്ട്? ഡീറ്റെയിലിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ഡീറ്റെയിലിംഗ് ഫുള്ള് പറയുമ്പോൾ ബാക്കിയുള്ള ഒരു ടീം ഒന്ന് പടം കാണണ്ടേ, ഡീറ്റെയിൽ ഫുള്ളായിട്ട് പറയാൻ വേണ്ടി. സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ലാലേട്ടൻ എങ്ങനെയുണ്ട്? പ്രസന്റ് ചെയ്യുന്ന രീതിയൊക്കെ കുഴപ്പമില്ല. ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? സംഭവം ആയിട്ടില്ല. ആക്ഷൻ അതൊക്കെ എങ്ങനെയുണ്ട്? ഡീറ്റെയിലിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? എനിക്ക് എന്താ പറയാ, ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് തോന്നുന്നില്ല.